ഇന്ന് വന്നിട്ട് അരുൺചേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. സംഭവം നടക്കുന്നത് മെയിനാണ്. പക്ഷെ എനിക്ക് തിടാൻ കിട്ടിയ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവണം എനിക്ക് എത്രത്തോളം മടിയുണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇത് നമുക്ക് ഫസ്റ്റ് തന്നെ കൊടുങ്ങല്ലൂർ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പോയിട്ട് തിരിച്ച് വരെയാണ്. ഞാൻ ചെറിയൊരു സർപ്രൈസും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, ചെറിയൊരു കേക്ക് കട്ടിങ് മാത്രമാണ്. ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ രാവിലെ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ടേക്കുന്ന ഷർട്ടും വാച്ചൊക്കെ ഞാൻ രാവിലെ കൊടുത്തതാണ്. അപ്പോൾ അത് തന്നെ ഇട്ടിട്ട് എൻ്റെ കൂടെ വരണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ മെയിനായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ അതേ കാണുന്ന റെസ്റ്റോ ബാറാണ്. ഇവിടെ വരുന്ന ഒരുപാട് നാളെ ഞങ്ങൾ പ്ലാൻ ചെയ്യണം. സംഭവം നമ്മൾ പറൂര് തന്നെ ഉള്ളതാണ്, നമുക്ക് അടുത്താണ്. എന്നാലും എന്തൊക്കെയോ കാരണങ്ങളുണ്ട് നമ്മൾ ഇവിടെ വരാണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ സ്പെഷ്യൽ ഡേ ഇവിടെ തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി അങ്ങനെ ഞാൻ തലേ ദിവസം തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു ചെറിയൊരു കേക്കും കാര്യങ്ങളൊക്കെ വേണമെന്ന്. അവർ നല്ല സപ്പോർട്ടായിരുന്നു, അടിപൊളിയായിട്ട് എല്ലാം ചെയ്തൊക്കെ തന്നു. ഇതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ വേറെ എവിടെയോ ചെന്ന പോലത്തെ ഒരു ഫീലാണ്. കാരണം ഒരുപാട് മരങ്ങളും അതിൻ്റെ വേരുകളും അതുപോലെ തന്നെ വാട്ടർഫോൾസും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമാണ് കണ്ടിരിക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ അവർ കേക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മളിപ്പോൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. അരുൺചേട്ടൻ എന്നാലും ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ എപ്പോഴും ബർത്ത്ഡേക്ക് നൈറ്റാണ് കേക്ക് കട്ട് ചെയ്യാറ്. പക്ഷെ ഇപ്രാവശ്യം അതൊന്നും ഇല്ല, ഗിഫ്റ്റും ഇല്ല, ഒന്നുമില്ലാണ്ടായപ്പോൾ ആളിനോടൊന്നും മിണ്ടിയില്ല. എന്നാലും നമുക്ക് മനസ്സിലാവുമല്ലോ ഓരോ മുഖം കണ്ടു കഴിഞ്ഞാൽ. അങ്ങനെ ഞാൻ രാവിലെ തന്നെ ഗിഫ്റ്റ് എടുത്തപ്പോൾ പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് ഹാപ്പിയായി. അത് കഴിഞ്ഞിട്ട് ഇതേ ഈവനിങ് ഇങ്ങനെ കൂടെ ആയപ്പോൾ ആൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. എന്തായാലും അത് മാത്രമല്ല ഫുൾ ട്രീറ്റ് എൻ്റെ വകയാണെന്ന് പറയുമ്പോൾ സന്തോഷം അങ്ങോട്ട് കൂടി. വേറെ ഒന്നുമല്ല, ഇങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ അല്ലേ നമ്മളവർക്ക് ശരിക്കും ഒന്ന് വെട്ടാൻ പറ്റുള്ളൂ. അങ്ങനെ അതേ നമ്മൾ കേക്ക് കട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്തു. അങ്ങനെ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. എവിടെ ഒരാൾക്ക് ഞാൻ ആ സ്പ്രൈറ്റിൻ്റെ ബോട്ടിലിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തേക്കാനാണ്. സ്പ്രൈറ്റ് അങ്ങനെ കൊടുക്കാറില്ല. പിന്നെ അതേ കൂടെ ഉള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയാണ്. കാരണം ഈ ഒരു പ്ലാൻ ഇതാക്കാൻ വേണ്ടിയിട്ട് ആളെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ഞാൻ ഇവരെ വെച്ചൊക്കെ കുറച്ച് നുണകളൊക്കെ പറഞ്ഞിട്ടാണ് ഈ കൊണ്ടുവന്നേക്കുന്നത്. സാധാരണ എവിടെ പോകുമ്പോഴും ഞങ്ങൾ രണ്ടുപേരും നല്ലോണം പ്ലാൻ ചെയ്തൊക്കെയാണ് പോകാറ്. ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒറ്റ പ്ലാൻ ആയതുകൊണ്ട് പുള്ളിക്കാരനെ കൊണ്ടുവരാൻ കുറച്ച് പാടായിരുന്നു. അങ്ങനെ ദേ നമ്മുടെ ഫുഡൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് വന്നിട്ട് ചിക്കൻ ലോലിപോപ്പാണ്. നല്ല ടേസ്റ്റ് ആയിരുന്നു, നല്ല സ്വീറ്റ് സ്പൈസി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിരുന്നു ചിക്കൻ. ഇവിടെ സത്യം പറഞ്ഞാൽ ലൈറ്റിംഗ് ഭയങ്കര കുറവാണ്. അവിടുത്തെ ആ ഒരു വൈബ് അങ്ങനെയാണ്. അതാണ് സത്യം പറഞ്ഞാൽ ക്ലിയർ ആയിട്ടൊന്നും കാണാൻ പറ്റാത്തത്. പക്ഷെ അവിടെ ഇരിക്കുമ്പോൾ ഇതിനൊക്കെ കൂടുതൽ ലൈറ്റിംഗ് ഉണ്ട്. നമുക്ക് ഫോണിൽ ഇത്രേ കിട്ടണുള്ളൂ. അങ്ങനെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ചിക്കൻ ലോലിപോപ്പ് നമ്മൾ സ്റ്റാർട്ടറായിട്ടാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഫ്രൈഡ് റൈസ്, അതുപോലെ തന്നെ നെയ്ച്ചോറ് വന്നിട്ടുണ്ടായിരുന്നു, ബീഫ് കറി വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ പാസ്ത വന്നിട്ടുണ്ടായിരുന്നു. പാസ്ത ഭയങ്കര യമ്മിയായിരുന്നു. പിന്നെ ഫ്രൈഡ് റൈസ് മഷ്റൂം കറിയാണ് പറഞ്ഞത്. ഇവിടുത്തെ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, നല്ല ക്വാളിറ്റി ഉള്ള ഫുഡാണ്. അതുപോലെ തന്നെ അവരുടെ സർവീസും പറയാണ്ടിരിക്കാൻ വയ്യ. നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അവർ കണ്ടറിഞ്ഞാൽ ചെയ്യുന്നുണ്ട്. എനിക്ക് കഴിച്ചതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ പാസ്ത തന്നെയാണ്. ഇത് രണ്ടുപേർക്ക് അടിപൊളിയായിട്ട് കഴിക്കാം, അത്രയും ക്വാണ്ടിറ്റിയിലാണ് വന്നേക്കണത്. അങ്ങനത്തെ നമ്മളെല്ലാവരും നല്ലപോലെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. അങ്ങനത്തെ ബില്ലും കിട്ടി, സന്തോഷമായി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പതുക്കെ ഇറങ്ങിയാണ്. ഇവിടെ പിന്നെ അതുപോലെ തന്നെ കോക്ടെയിൽ എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് വന്നിട്ട് ട്രോപ്പിക്കൽ ട്രിപ്പ് എന്നാണ്. ശരിക്കും ട്രോപ്പിക്കൽ ഹെവൻ എന്നായിരുന്നു. അത്രയും അടിപൊളി ആംബിയൻസ് ആണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.